ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം മലബാർ കലാപം, ആറ്റിങ്ങൽ കലാപം, കുറിച്യർ കലാപം, മുണ്ട കലാപം. ആൻസർ ഈസ് ഓപ്ഷൻ ബി, ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം അഞ്ചുതെങ്ങ് കലാപം. 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്. കേരളത്തിൽ നടന്ന ആദ്യ കലാപം. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആണ് ആറ്റിങ്ങൽ കലാപം. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്നത്. 2021 ഏപ്രിൽ 15 300-ാം വാർഷികം ആഘോഷിച്ചത് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട്. 2021 300-ാം വാർഷികം, ആറ്റിങ്ങൽ കലാപത്തിൻ്റെ 300-ാം വാർഷികം ആഘോഷിച്ചു. ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്ത് വേണാട് രാജാവ് എന്നത് ആദിത്യവർമ്മയാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്ത് വേണാട് രാജാവ് ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപത്തിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് വൻതോതിലുള്ള അഴിമതിയും കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടും ആണ് ആറ്റിങ്ങൽ കലാപത്തിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. വൻതോതിലുള്ള അഴിമതിയും കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടും ആണ്. കൂടാതെ ആറ്റിങ്ങൽ റാണിക്ക് ബ്രിട്ടീഷുകാർ പാരിതോഷികം സാധാരണ ഫ്യൂഡൽ പ്രഭുക്കന്മാരായിട്ടുള്ള പിള്ളമാരിലൂടെ എത്തിക്കാൻ ബ്രിട്ടീഷുകാർ വിസമ്മതിച്ചു. ബ്രിട്ടീഷുകാർ ഈ 140 സൈനികരുടെ അകമ്പടിയോട് കൂടിയിട്ട് അത് നേരിട്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇത് പ്രാദേശികവാസികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ ആ പട്ടാളക്കാരെ കൊന്നു. അപ്പം ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം ഒരു ഉടമ്പടി ഒപ്പുവെച്ചു. ആ ഉടമ്പടിയുടെ പേരാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1723. ആ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും ആണ്. മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമുമാണ് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡ് ആണ്. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് തദ്ദേശീയരായ ജനങ്ങൾ പിടിച്ചടക്കിയ കോട്ട അഞ്ചുതെങ്ങ് കോട്ട. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി പട്ടം താണുപിള്ള, സി അച്യുതമേനോൻ, EMS നമ്പൂതിരിപ്പാട്, PK വാസുദേവൻ നായർ. ആൻസർ ഈസ് ഓപ്ഷൻ സി, EMS നമ്പൂതിരിപ്പാട്. EMSൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി, കേരളം മലയാളികളുടെ മാതൃഭൂമി, വേദങ്ങളുടെ നാട്, വേദങ്ങളുടെ നാട്, കാറൽ മാക്സ് പുതുയുഗത്തിൻ്റെ വഴികാട്ടി, കാറൽ മാക്സ് പുതുയുഗത്തിൻ്റെ വഴികാട്ടി, നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്, നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്, ബെർലിൻ ഡയറി, ബെർലിൻ ഡയറി, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ പെസന്റ് മൂവ്മെൻറ്റ് ഇൻ കേരള, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ പെസന്റ് മൂവ്മെൻറ്റ് ഇൻ കേരള. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് EMS നമ്പൂതിരിപ്പാടാണ്. കാർഷിക ബന്ധ ബിൽ ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്തെ പരിഷ്കാരമായിരുന്നു എന്ന് ചോദിച്ചാലും ആൻസർ EMS ആണ്. കാർഷിക ബന്ധ ബിൽ ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്തെ പരിഷ്കാരമായിരുന്നു? EMS. കേരള മോഡൽ വികസനവുമായി ബന്ധപ്പെട്ട കേരള മുഖ്യമന്ത്രി ആണ് EMS. കേരള മോഡൽ വികസനവുമായി ബന്ധപ്പെട്ട കേരള മുഖ്യമന്ത്രി EMS. മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തിയാണ് EMS. മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തിയാണ് EMS. EMS അന്തരിച്ചത് 1998. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. പ്രഭാതം എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ EMS ആണ്. പ്രഭാതം എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ EMS.
സി അച്യുതമേനോനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രി ആണ് സി അച്യുതമേനോൻ. കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രി. കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി സി അച്യുതമേനോൻ. കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി സി അച്യുതമേനോൻ. കേരളത്തിൽ ആദ്യമായി ഡയസ് നോൺ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രി സി അച്യുതമേനോൻ. കേരളത്തിൽ ആദ്യമായി ഡയസ് നോൺ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രി സി അച്യുതമേനോൻ. തുടർച്ചയായി 2 തവണ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് സി അച്യുതമേനോൻ. തുടർച്ചയായി 2 തവണ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് സി അച്യുതമേനോൻ. H.G. വെൽസിൻ്റെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത് സി അച്യുതമേനോൻ ആണ്. H.G. വെൽസിൻ്റെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത് സി അച്യുതമേനോൻ. അദ്ദേഹം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് 2013 ആണ്. സി അച്യുതമേനോൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട 2013 കൊച്ചി രാജ്യപ്രജാ മണ്ഡലം, തിരുക്കൊച്ചി, കേരള നിയമസഭ, രാജ്യസഭ എന്നിവയിൽ അംഗമായിരുന്ന മുൻ കേരള മുഖ്യമന്ത്രി ആണ് സി അച്യുതമേനോൻ. കൊച്ചി രാജ്യപ്രജാ മണ്ഡലം, തിരുക്കൊച്ചി, കേരള നിയമസഭ, രാജ്യസഭ എന്നിവയിൽ അംഗമായിരുന്ന മുൻ കേരള മുഖ്യമന്ത്രി സി അച്യുതമേനോൻ ആണ്. 1975 അടിയന്തരാവസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രി ആണ് സി അച്യുതമേനോൻ. കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രി ആണ് പട്ടം താണുപിള്ള. കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രി ആയിരുന്നു പട്ടം താണുപിള്ള. 19ാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രിയും അദ്ദേഹം തന്നെയായിരുന്നു. ജനിച്ച വർഷം 1885 ജൂലൈ 15 അദ്ദേഹം ജനിച്ചത്. 1885 ജൂലൈ 15. തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രി, തിരുക്കൊച്ചി മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി എന്നീ പദവികൾ അലങ്കരിച്ചു. തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രി, തിരുക്കൊച്ചി മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി എന്നീ പദവികൾ അലങ്കരിച്ച വ്യക്തിയാണ് അദ്ദേഹം. 1ാം കേരള നിയമസഭയിലേക്ക് പട്ടം താണുപിള്ള തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം തിരുവനന്തപുരം ആണ്. 1ാം കേരള നിയമസഭയിലേക്ക് പട്ടം താണുപിള്ള തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം തിരുവനന്തപുരം ആണ്. അദ്ദേഹം ഗവർണർ സ്ഥാനം വഹിച്ചത് പഞ്ചാബിലും ആന്ധ്രാപ്രദേശിലും ആണ്. കേരള മുഖ്യമന്ത്രിയായ ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ഏക വ്യക്തിയാണ് പട്ടം താണുപിള്ള. പഞ്ചാബിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും ഏറ്റവും കൂടുതൽ കാലം ഗവർണർ പദവി വഹിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഏറ്റവും കൂടുതൽ കാലം ആന്ധ്രാപ്രദേശിലാണ് ഗവർണറായിട്ട് പദവി വഹിച്ചത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റായിരുന്നു പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റായിരുന്നു പട്ടം താണുപിള്ള. അദ്ദേഹം എഡിറ്ററായിരുന്ന മലയാള പത്രം ആണ് കേരള ജനത. അദ്ദേഹം എഡിറ്ററായിരുന്ന മലയാള പത്രം ആണ് കേരള ജനത എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് പട്ടം താണുപിള്ളയാണ്. കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് പട്ടം താണുപിള്ള. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഇതര മുഖ്യമന്ത്രി ആണ് പട്ടം താണുപിള്ള. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഇതര മുഖ്യമന്ത്രി ആയിരുന്നു പട്ടം താണുപിള്ള. അദ്ദേഹം പ്രതിനിധീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, PSP എന്നാണ് പട്ടം താണുപിള്ള പ്രതിനിധീകരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടി അറിയപ്പെടുന്നത്. PSP, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. അടുത്തതായിട്ട് പറയുന്നത് PK വാസുദേവൻ നായരെ പറ്റിയിട്ടാണ്. അദ്ദേഹം PKV എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകം രചിച്ചത് PK വാസുദേവൻ നായർ. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകം രചിച്ചത് PK വാസുദേവൻ നായർ. ഒരേ നിയമസഭയിൽ മന്ത്രിയും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആയ വ്യക്തിയാണ്
PK വാസുദേവൻ നായർ. ഒരേ നിയമസഭയിൽ മന്ത്രിയും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആയ വ്യക്തിയാണ് PK വാസുദേവൻ നായർ. തിരുവിതാംകൂർ വിദ്യാർത്ഥി യൂണിയന്റെ സ്ഥാപക അധ്യക്ഷനാണ് PK വാസുദേവൻ നായർ. തിരുവിതാംകൂർ വിദ്യാർത്ഥി യൂണിയന്റെ സ്ഥാപക അധ്യക്ഷനാണ് PK വാസുദേവൻ നായർ. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി. ഓപ്ഷൻസ്: ഗൗരി പാർവതി ഭായ്, മാർത്താണ്ഡവർമ്മ, ശ്രീമൂലം തിരുനാൾ, ഗൗരി ലക്ഷ്മി ഭായ്. ആൻസർ ഈസ് ഓപ്ഷൻ എ, ഗൗരി പാർവതി ഭായ് ആണ് 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ഗൗരി പാർവതി ഭായ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജന്റ് ആയിരുന്നു റാണി ഗൗരി പാർവതി ഭായ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജന്റ് ആണ് റാണി ഗൗരി പാർവതി ഭായ്. വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയും റാണി ഗൗരി പാർവതി ഭായ് തന്നെ ആണ്. കൂടാതെ ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചത് റാണി ഗൗരി പാർവതി ഭായ് ആണ്. ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചത്. കൊല്ലത്ത് തേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി പാർവതി ഭായ് ആണ്. കൊല്ലത്ത് തേവള്ളി കൊട്ടാരം നിർമ്മിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള അടിയറപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരി ഗൗരി പാർവതി ഭായ് ആണ്. അടിയറപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ചത്. CMS പ്രസ് കോട്ടയത്ത് സ്ഥാപിച്ചപ്പോൾ ഭരണാധികാരി റാണി ഗൗരി പാർവതി ഭായ് ആണ്. 1821 കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിച്ചപ്പോഴുള്ള ഭരണാധികാരി. ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗർകോവിൽ പ്രവർത്തനം ആരംഭിച്ചത് റാണി ഗൗരി പാർവതി ഭായിയുടെ കാലത്താണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗർകോവിലിൽ പ്രവർത്തനം ആരംഭിച്ചത് റാണി ഗൗരി പാർവതിയുടെ കാലത്താണ്. തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ആണ് റാണി ഗൗരി ലക്ഷ്മി ഭായ്. ആദ്യത്തെ വനിതാ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ഭായ് ആണ്. കൂടാതെ അടിമക്കച്ചവടം നിർത്തലാക്കിയതും ഏറ്റവും കുറച്ചുകാലം തിരുവിതാംകൂർ ഭരിച്ചതും റാണി ഗൗരി ലക്ഷ്മി ഭായ് ആയിരുന്ന ടൈമിലാണ്. ഏറ്റവും കുറച്ചുകാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ഭായ്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ഭായ്.